പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിക്കടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് കണ്ണമ്പ്ര. കാർഷിക കേരളത്തിന്റെ സമൃദ്ധി ഇന്നും മങ്ങാതെ സൂക്ഷിക്കുന്നു. കാർഷിക മേഖലയ്ക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് കണ്ണമ്പ്ര പഞ്ചായത്ത്. ഏതാണ്ട് 13ഓളം പാടശേഖര സമിതികളിലായിട്ട് 450 ഹെക്ടർ വിരിപ്പ് മുണ്ടകൻ കൃഷികൾ, അതുപോലെ വാഴ, തെങ്ങ്, പച്ചക്കറി തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. കാർഷിക മേഖലയിൽ ശക്തമായി ഇടപെടുന്ന ധാരാളം ചെറുപ്പക്കാരുടെ സാന്നിധ്യവും ഈ പഞ്ചായത്തിലുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ ശേഷം കാർഷിക മേഖലയിൽ ഇറങ്ങിയ സ്വരൂപ് എന്ന യുവ കർഷകൻ. ഒറ്റ കൃഷിയെ മാത്രം ആശ്രയിക്കാതെ ബഹുവിള കൃഷിയിലൂടെ നല്ല ആദായം കൈവരിക്കുന്ന ഒരു കർഷകനാണ് കണ്ണമ്പ്ര കുന്നുപുള്ളി വീട്ടിൽ സ്വരൂപ്. കൃഷിയിലേക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയെന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൃഷി ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞാൻ ജനിച്ചതൊരു പാരമ്പര്യ കർഷക കുടുംബത്തിലായതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും കർഷകരായിരുന്നു. അതുകൊണ്ട് അവരിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ കണ്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നെങ്കിലും കൃഷി എന്നും ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് പുതിയൊരു കാലത്ത് കാർഷിക മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പക്ഷെ നമ്മളതിനെ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു വിശ്വാസം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയത്. പിന്നെ ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഞാൻ കഴിഞ്ഞ കോഴ്സ്. പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു എന്നുള്ളതല്ല, എൻ്റെ മനസ്സിൽ എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ എന്നുള്ള കുറച്ച് ഐഡിയാസും ആശയങ്ങളും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള നിർമ്മാണ മേഖലയിൽ വീണ്ടും തുടരണമെന്നുണ്ട്. ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ഇടപെടലുകൾ നടത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. പശു വളർത്തലും കൃഷിയോടുള്ള ആഭിമുഖ്യവും സ്വരൂപിന് പൈതൃകമായി കിട്ടിയതാണ്. കുട്ടിക്കാലത്ത് തന്നെ ചേറിന്റെയും ചെളിയുടെയും മണവും നിറവുമൊക്കെ സ്വരൂപിന്റെ കാർഷിക സൗന്ദര്യമായി. ജൈവവള പ്രയോഗം മാത്രം അവലംബിച്ചു പോരുന്ന ഈ യുവ കർഷകൻ ഇതിനായി തനി നാടൻ പശുക്കളിലെ വെച്ചൂർ ഇനത്തെ വാങ്ങി പരിപാലിച്ചു. 2 കിടാവുകൾ ഉൾപ്പെടെ 8 വെച്ചൂർ പശുക്കളാണ് ഇപ്പോൾ സ്വരൂപിന്റെ തൊഴുത്തിലുള്ളത്. പശുക്കളെയെല്ലാം സ്വരൂപ് തന്നെയാണ് കറക്കുന്നത്. വെള്ളം ഉപയോഗിച്ച് നന്നായി അകിട് കഴുകിയതിനു ശേഷമാണ് കറവ ആരംഭിക്കുന്നത്. ഒരു പശുവിൽ നിന്ന് ഒരു നേരം ശരാശരി 2 ലിറ്റർ പാലാണ് കിട്ടാറുള്ളത്. വീട്ടിലെ കാടിവെള്ളവും തേങ്ങാപ്പിണ്ണാക്കും തീറ്റപ്പുല്ലും വൈക്കോലുമാണ് ആഹാരം. വെച്ചൂർ പശുവിന്റെ പാൽ ഉൽപാദനത്തിലല്ല, ഇവരുടെ മൂത്രം മാറ്റി അർക്ക് നിർമ്മിക്കുന്നതിലാണ് സ്വരൂപിന്റെ ശ്രദ്ധ. നമ്മൾ 2 തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മുടേതായ രീതിയിൽ 2 തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ്. അതൊന്ന് നാടൻ പശുവിന്റെ യൂറിൻ ഡിസ്റ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടൻസറാണ്. അത് നമ്മൾ ഗ്ലാസിന്റെ കണ്ടൻസറാണ്. അത് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു നിർമ്മാതാവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടുന്ന് ഡിസൈൻ ചെയ്ത് അയച്ച് അവരത് നിർമ്മിച്ച് നമുക്ക് അയച്ചു തരികയാണ് ചെയ്തത്. ആ ഗ്ലാസിന്റെ കണ്ടൻസർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത്, പശുവിന്റെ യൂറിൻ പ്യൂരിഫൈ ചേർക്കുന്നത്. പശുവിന്റെ അതിരാവിലെയുള്ള മൂത്രമാണ് ഇതിനുവേണ്ടി ശേഖരിക്കുക. ഇത് മൺപാത്രത്തിൽ തിളച്ച് അതിൽ നിന്നുണ്ടാകുന്ന നീരാവിയാണ് അർക്ക് എന്ന ഔഷധം. ഗോമൂത്രം വാറ്റിയെടുക്കാനുള്ള ഗ്ലാസ് ഫർണസ് സ്വരൂപ് തന്നെ രൂപരേഖ വരച്ച് ഹൈദരാബാദിലെ ഒരു കമ്പനി നിർമ്മിച്ചെടുക്കുകയായിരുന്നു. 1 ലിറ്റർ ഗോമൂത്രത്തിൽ നിന്നും അതിന്റെ പകുതി അളവ് അർക്ക് ലഭിക്കും. വിറകു മാത്രം ഉപയോഗിച്ചാണ് ഗോമൂത്രം തിളപ്പിക്കുന്നത്. ഒരു നാടൻ പശുവുണ്ടെങ്കിൽ മാസം 80 മുതൽ 100 കുപ്പി വരെ അർക്ക് അനായാസം ഉത്പാദിപ്പിക്കാം. 200 മില്ലി ലിറ്റർ അർക്കിന് 50 രൂപയാണ് വില. മറ്റൊരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് അത് പൂർണ്ണമായ രീതിയിലായില്ല. നമ്മളൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെ ഡെവലപ്പ് ചെയ്യാനിരിക്കുന്നു. അത് സ്റ്റീം ഉപയോഗിച്ചുകൊണ്ട് നെല്ല് പുഴുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടബിൾ സ്റ്റീം ബോയിലിംഗ് പ്ലാന്റ് ആണ്.
അത് നെല്ലിൻ്റെ നമ്മൾ സാധാരണ പരമ്പരാഗത രീതിയിൽ നെല്ല് പുഴുങ്ങുന്ന സമയത്ത് വെള്ളത്തിലിട്ട് അങ്ങനെ പുഴുങ്ങിയെടുക്കുക ചെയ്യുക. അപ്പോൾ ആ സമയത്ത് പല മൂലകങ്ങളും ഈ വെള്ളത്തിലൂടെ ലയിച്ച് നഷ്ടപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെല്ലിന് അരിക്ക് കൂടുതൽ ഷൈനിങ് കിട്ടാത്ത പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ന്യൂനതകളുള്ളത് കൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പ്ലാന്റ് രൂപകൽപ്പന ചെയ്തത്. ഇതുകൊണ്ടുള്ള പ്രധാന നേട്ടമെന്ന് പറയുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നെല്ല് ബോയിൽ ചെയ്ത് കിട്ടുന്നു. അതോടൊപ്പം തന്നെ നമുക്കത് ഉണക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അതിനോടൊപ്പം അരിയുടെ ഷൈനിങ്ങും കുറച്ച് കൂടുതലായിരിക്കും. ഒരുപാട് ഗുണങ്ങളുള്ള, പുതിയ കാലത്ത് ലേബറിൻ്റെ ക്ഷാമം വല്ലാതെ അലട്ടുന്ന ഒരു ഘട്ടമായതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് നെല്ല് പുഴുങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു യന്ത്രമായിരിക്കും ഇതെന്നാണ് നമ്മുടെ വിശ്വാസം. സ്വരൂപ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള മറ്റൊരു ഇൻസ്ട്രുമെന്റാണ് ആവിയിൽ നെല്ല് പുഴുങ്ങുവാനുള്ള യന്ത്രം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നെല്ല് ബോയിൽ ചെയ്ത് കിട്ടുന്നതിനോടൊപ്പം തന്നെ നെല്ല് ഉണക്കിയെടുക്കുവാനും തൊഴിലാളി ക്ഷാമം പരിഹരിക്കുവാനും സാധിക്കുന്നു. ഇവിടെ നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നത് പ്രധാനമായും നെല്ലാണ്. ഏതാണ്ടൊരു 6 ഏക്കറോളം സ്ഥലത്താണ് നെൽകൃഷി ചെയ്യുന്നതെല്ലാം തന്നെ ഭൂരിഭാഗവും പരമ്പരാഗത നെല്ലിനങ്ങളായ രക്തശാലി, നവര, നാടൻകുറുവ, തവളക്കണ്ണൻ, ചിറ്റേനി തുടങ്ങിയിട്ടുള്ള അതിനോടൊപ്പം തന്നെ ജ്യോതി, ഉമ, കാഞ്ചന മുതലായ നെൽവിത്തുകളുമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വളമെന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു പ്രകൃതി കൃഷി രീതിയിലും നമ്മുടെ പരമ്പരാഗത രീതിയിലുമാണ്. അതായത് ജീവാമൃതവും പഞ്ചഗവ്യം പോലുള്ള രീതി ഉപയോഗിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പച്ചിലയും കമ്പോസ്റ്റും എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ഇവിടുത്തെ നമ്മുടെ നാടിൻ്റെ പരമ്പരാഗത രീതിയിലുള്ള കൃഷി രീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെല്ലിന് പുറമെ പിന്നെ ഏതാണ്ട് 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് പച്ചക്കറി ചെയ്യുന്നുണ്ട്. വെണ്ട, വഴുതിന, തക്കാളി, മുളക് തുടങ്ങിയിട്ടുള്ള ഐറ്റംസാണ് പച്ചക്കറിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുരുമുളക് ചെയ്യുന്നുണ്ട്, തെങ്ങ് ചെയ്യുന്നുണ്ട്. തെങ്ങിന് ഇടവിളയായിട്ടാണ് കുരുമുളക് കൃഷി ചെയ്യുന്നത്. ഏതാണ്ട് 185ഓളം കുരുമുളക് ചെടികളാണ് പുതിയത് പഴയതുമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തെങ്ങുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു സാധനം മഞ്ഞളാണ്. മഞ്ഞൾ നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. മഞ്ഞൾ, ഇഞ്ചി തുടങ്ങിയവയെല്ലാം തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. പാലക്കാടൻ മണ്ണിൽ 100 മേനി വിളഞ്ഞിരുന്ന പരമ്പരാഗത വിത്തിനങ്ങളായ രക്തശാലി, തവളക്കണ്ണൻ, ചിറ്റേനി എന്നീ വിത്തിനങ്ങളാണ് ഈ യുവാവ് വിളവിറക്കാനായി തിരഞ്ഞെടുത്തത്. മികച്ച ഉൽപാദനശേഷിയും രോഗപ്രതിരോധ ശേഷിയും ഈ വിത്തിനങ്ങൾക്കുണ്ട്. കൂടാതെ ഉമ, കാഞ്ചന, നവര എന്നീ ഇനങ്ങളുടെ നെല്ലും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. കാർഷിക പാരമ്പര്യത്തിലൂടെ കൈവന്ന അറിവിൽ സ്വരൂപ് തന്നെ വികസിപ്പിച്ചെടുത്ത ജീവാമൃതം എന്ന ജൈവസമ്പുഷ്ടമായ മിശ്രിതം തന്റെ കൃഷിയിടത്തിൽ പ്രയോഗിച്ചു പോരുന്നു. ജീവാമൃതം അക്ഷരാർത്ഥത്തിൽ വിളകളുടെ വളർച്ചയ്ക്കുള്ള അമൃതായി തന്നെ മാറുന്നു. നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് കൃഷി നഷ്ടത്തിലാണ്, അല്ലെങ്കിൽ കാർഷിക മേഖല ദിവസം ചെല്ലുന്തോറും നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ നഷ്ടം വരുന്നത് കർഷകൻ അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് കൃഷിയിടത്തിൽ തന്നെ വിപണനം നടത്തി അവസാനിപ്പിക്കുമെന്ന ഒരു തീരുമാനത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ കാർഷിക ഉൽപ്പന്നങ്ങളും നേരിട്ടോ അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റായോ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായോ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നെ കഴിഞ്ഞാൽ കൂടുതൽ മെച്ചമുണ്ടാക്കാൻ കഴിയുന്നുള്ളതാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 1-2 വർഷക്കാലമായിട്ട് ഞങ്ങളുടെ കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും നമ്മൾ നേരിട്ട് തന്നെ കുന്നംപള്ളി ഓർഗാനിക് എന്നുള്ളതാണ് ഞങ്ങളുടെ ബ്രാൻഡ് നെയിം. ആ ബ്രാൻഡിൽ തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മുടെ നിരവധിയായിട്ടുള്ള സുഹൃത്തുക്കൾ ഇതേപോലെ നമുക്ക് അറിയാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ജൈവ കൃഷി ചെയ്യുന്ന കുറേയധികം സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം തന്നെ ഉൽപ്പന്നങ്ങൾ കുറേയൊക്കെ നമ്മൾ ശേഖരിച്ച് നമ്മളുടെ രീതിയിൽ വിപണനം നടത്താൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 1 ഏക്കർ സ്ഥലത്തായി 450 മൂട് വെണ്ട, 1200 മൂട് മുളക്, 200 മൂട് തക്കാളി, 300 മൂട് വഴുതിന, കൂടാതെ കൈതച്ചക്കയും കൃഷി ചെയ്യുന്നു. 15 ഏക്കർ സ്ഥലത്തെ റബ്ബറിൽ നിന്നും സീസണിൽ 45 മുതൽ 60 ഷീറ്റ് വരെ സ്വരൂപിന് ലഭിക്കാറുണ്ട്. റബ്ബറിനിടയിൽ ഇടവിളയായി കാന്താരി മുളക് നട്ടിരിക്കുന്നു. 70ഓളം തെങ്ങുകളുള്ള തെങ്ങിൻ തോട്ടവും സ്വരൂപ് പരിപാലിക്കുന്നു. ഇതിനിടയിൽ വളർത്തിയിരിക്കുന്ന ശീമക്കൊന്നയിലും കമുകിലും നാടൻ കുരുമുളക് ഇനങ്ങളും പന്നിയൂരുമാണ് പിടിപ്പിച്ചിരിക്കുന്നത്. പറമ്പിൽ അഴിച്ചുവിട്ട് വളർത്തുന്ന 10ഓളം ആടുകളും ഇവിടെ സസുഖം വാഴുന്നു. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്നത്തിന്റെയും നേരിട്ടും അല്ലാതെയും, അതായത്
അരിയായി കൊടുക്കുന്നുണ്ട്. അത് പോളിഷ് ചെയ്തിട്ടുള്ള അരിയുണ്ട്, പുഴുങ്ങലരി, പച്ചരി, പോളിഷ് ചെയ്തിട്ടുള്ള അരി. അതോടൊപ്പം തന്നെ രക്തശാലി, നവര പോലത്തെ മെഡിസിനൽ വെറൈറ്റി ആയിട്ടുള്ള അരികൾ ഹാഫ് kg പാക്കറ്റുകളിലാക്കിയിട്ട് ബോട്ടിൽസിലാക്കിയിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വൈറ്റും റെഡും പുട്ടുപൊടികളുണ്ട്, വൈറ്റിൻ്റെയും റെഡിൻ്റെയും അവലുകളുണ്ട്. അതോടൊപ്പം തന്നെ കുരുമുളക് പൊടി, കുരുമുളക്, ചുക്കുപൊടി, ചുക്ക്, മഞ്ഞൾപ്പൊടി തുടങ്ങിയുള്ള ഐറ്റംസ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ, നമ്മുടെ തെങ്ങിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങ ഉപയോഗിച്ചുകൊണ്ടുള്ള കോക്കനട്ട് ഓയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 0% പ്രിസർവേറ്റീവും 100% ഓർഗാനിക്കുമായിട്ടുള്ള ഒരു പഴം കൊണ്ടുള്ള, ബനാന കൊണ്ടുള്ള ഒരു ജാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 100% പ്രിസർവേറ്റീവ് ഫ്രീ ആയിട്ടുള്ള ഒരു ജാം എന്ന കൺസെപ്റ്റാണ്. അതോടൊപ്പം തന്നെ ചക്കയുടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ജാഗ്രി ജാക്ക് നമ്മൾ പേര് കൊടുത്ത് ചക്കയുടെ ഒരു ബൈ പ്രൊഡക്റ്റ്, ചക്ക വരട്ടി പോലെ തന്നെയുള്ള ഒരു ബൈ പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളതാണ് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ്. സിവിൽ എഞ്ചിനീയറുടെ എല്ലാ പ്ലാനുമുണ്ട് സ്വരൂപിന്റെ മനസ്സിൽ. നെല്ല് വിൽപ്പനയിലെ ആദായം കൂടാതെ അനുബന്ധ ഉൽപ്പന്നങ്ങളായ അരിപ്പൊടി, അവൽ, പുട്ടുപൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചുക്കുപൊടി, ചക്കയുടെ ബൈ പ്രോഡക്റ്റായ ജാഗറി തുടങ്ങിയവയിൽ നിന്നുള്ള ആദായവും ഈ കർഷകനിലേക്കെത്തുന്നു. നമ്മളിതിൻ്റെ വിപണി കണ്ടെത്തുന്നത് പ്രധാനമായും കടകൾ വഴിയാണ്. സൂപ്പർ മാർക്കറ്റുകളും ഓർഗാനിക് ഷോപ്പുകൾ, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ ഉൾപ്പെടെയുള്ള ഷോപ്പുകൾ വഴിയാണ് ഇതിന്റെ വിപണി കണ്ടെത്തുന്നത്. പ്രധാനമായും കേരളത്തിന്റെ 6 ജില്ലകളിൽ നമ്മളിപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എറണാകുളത്ത് മാത്രമാണ് നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ എന്ന രീതിയിൽ നമുക്ക് ചെയ്യുന്നത്. നമ്മൾ മറ്റ് ജില്ലകളിലും ഇതുപോലത്തെ ഡിസ്ട്രിബ്യൂഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകളെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നേരിട്ട് കടകൾ വഴിയോ സൂപ്പർ മാർക്കറ്റുകൾ വഴിയോ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കാൻ താല്പര്യമുള്ള ആളുകൾ വഴിയാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. നേരിട്ടും ചെറിയ രീതിയിൽ, ചെറിയ തോതിൽ നേരിട്ടും ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തിക്കുന്നുണ്ട്. 1/2 ഏക്കർ സ്ഥലത്തെ മഞ്ഞൾ കൃഷിയാണ് സ്വരൂപിന്റെ മറ്റൊരു ജൈവ കൃഷി. ചാണകപ്പൊടി, അസോസ്പൈറിലം എന്നിവ അടിവളമായിട്ട് 3 അടി വീതിയിൽ 2 അടി ഉയരത്തിൽ തടമെടുത്ത് അതിലാണ് മഞ്ഞൾ വിത്തുകൾ നടുന്നത്. 1 മാസം കഴിയവേ ജീവാമൃതം തളിച്ചു കൊടുക്കുകയാണ് പതിവ്. 8 മാസമാകുമ്പോഴേക്കും മഞ്ഞൾ വിളവെടുക്കാറാകും. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ വലിയ ചില പദ്ധതികൾക്ക് കഴിഞ്ഞ വർഷത്തെ പദ്ധതി രൂപം നൽകുകയുണ്ടായി. 16-17 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനമായും 2 പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തത്. ഒന്ന്, ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ 8 പഞ്ചായത്തുകളിൽ നിന്ന് ജൈവ കൃഷിരീതി സ്വീകരിച്ചിട്ടുള്ള കർഷകരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു ജൈവ കർഷക സമിതി ചാരിറ്റബിൾ ആക്ട് അനുസരിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ആ ചാരിറ്റബിൾ ആക്ട് അനുസരിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്ത ഈ സമിതിയാണ് ജൈവ കർഷക വ്യാപനത്തിന് വേണ്ടി നമ്മുടെ ബ്ലോക്കിലാകെ ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ആരംഭം എന്നുള്ള നിലയിൽ ഗ്രോ ബാഗുകൾ ജൈവ കൃഷി ചെയ്യുന്ന രീതി മാറ്റി ഗ്രോ ബാഗിന് പകരം മൺചട്ടി എന്ന ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ രൂപീകരിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പഞ്ചായത്തിൽ 50 കർഷകർക്ക് ഒരു കർഷകന് 10 മൺചട്ടി എന്നുള്ള രീതിയിൽ 500 മൺചട്ടി വിതരണം ചെയ്യാനാവശ്യമായ ഒരു പ്രോജക്റ്റിനാണ് ഞങ്ങൾ രൂപം നൽകിയത്. ഇതിൻ്റെ മൊത്തം ചെലവിൻ്റെ 50% കർഷകർ നൽകുമ്പോൾ 50% ബ്ലോക്ക് പഞ്ചായത്ത് അവർക്ക് സബ്സിഡിയായി നൽകുന്ന ഒരു പദ്ധതി ആണ്. ഇതിൽ 3 കാഴ്ചപ്പാടുകളാണ് ഞങ്ങൾ പ്രധാനമായും സ്വീകരിച്ചിരുന്നത്. ഒന്ന്, ജൈവ കൃഷിയുടെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കർഷകരെ ഈ ജൈവ കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഗ്രോ ബാഗ് നമുക്കറിയാം മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്ലാസ്റ്റിക് ഒഴിവാക്കി പകരം മൺചട്ടിയിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്ന രണ്ടാമത്തെ രീതി ഞങ്ങൾ സ്വീകരിച്ചു. മൂന്നാമത്തത്, ഈ മൺചട്ടിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന ഈ വിഭാഗത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലുണ്ടാക്കുന്ന ഒരു നടപടി എന്നുള്ള നിലയിൽ ഈ 2-3 കാഴ്ചപ്പാടുകളെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റിന് ബ്ലോക്ക് പഞ്ചായത്ത് രൂപം നൽകിയത്. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പല പദ്ധതികൾക്കും രൂപം നൽകുകയുണ്ടായി. ഗ്രോ ബാഗിൽ ജൈവ കൃഷി ചെയ്യുന്ന രീതി മാറ്റി മൺചട്ടിയിൽ കൃഷി ചെയ്യുന്നതിനു വേണ്ടി ഒരു പഞ്ചായത്തിൽ 50 കർഷകർക്ക്, ഒരു കർഷകന്
10 മൺചട്ടി വീതം 50% സബ്സിഡിയോടുകൂടി കണ്ണമ്പ്ര കൃഷിഭവൻ വഴി വിതരണം ചെയ്യുകയുണ്ടായി. ഓണക്കാല പച്ചക്കറി കൃഷിക്കായി ഓരോ വീട്ടിലും ഒരു മുറം പച്ചക്കറിയെങ്കിലും ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഗവൺമെന്റ് നിർദ്ദേശം പൂർണ്ണമായും ഉൾക്കൊണ്ട് 5 ഇനം വിത്തുകളും തൈകളും കണ്ണമ്പ്ര ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും കൃഷിഭവൻ എത്തിച്ചു കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ ഈ വർഷത്തെ ജനകീയാസൂത്രണം 2ാം ഘട്ട പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി വലിയ രീതിയിൽ നമ്മൾ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് പാടശേഖരങ്ങളിലെ ബണ്ടുകളിൽ പുഷ്പകൃഷി. അപ്പോൾ ചെണ്ടുമല്ലി എന്ന് പറയുന്ന ഒരു ഇനം പുഷ്പം അതിന് ഓണസമയത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളപ്പോൾ തന്നെ അതിന് കീടങ്ങളെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ അകറ്റി നിർത്താനുള്ള ഒരു കഴിവ് കൂടിയുണ്ട് ചെണ്ടുമല്ലി തൈകൾക്ക്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഗ്രാമപഞ്ചായത്തുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഒരു പാടശേഖരത്തിന്റെ മുഴുവൻ ബണ്ടിലും ഒരു പ്രാഥമിക ടെസ്റ്റ് എന്ന രീതിയിൽ മുഴുവൻ ബണ്ടുകളിലും ചെണ്ടുമല്ലി കൃഷി വെച്ചുപിടിപ്പിക്കാനുള്ള കൃഷിയിൽ ഉദ്ദേശിച്ചപ്പോൾ ശ്രീ സ്വരൂപ് വളരെ താല്പര്യത്തോടെ വന്ന് അദ്ദേഹം തൈ കൈപ്പറ്റുകയും അദ്ദേഹത്തിന്റെ പാടശേഖരത്തിന്റെ അദ്ദേഹത്തിന്റെ തോട്ടത്തിന്റെ പാടത്തിന്റെ ഫുൾ ബണ്ടുകളിൽ ഇത് ചെണ്ടുമല്ലി വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ചേവക്കോട് പന്നിക്കോട് പാടശേഖരത്തിൽ നമ്മൾ ഏതാണ്ട് ബണ്ടിന്റെ വരമ്പുകളിലൊക്കെ ഇത് വെച്ചുപിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം. അപ്പോൾ ഓണത്തിന് ഈ കണ്ണമ്പ്ര പഞ്ചായത്തിൽ വിതരണം ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ ചെണ്ടുമല്ലി ഉൽപ്പാദനം ഞങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മേഖലയിൽ നടപ്പിലാക്കുന്ന പച്ചക്കറി കൃഷി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു 7 ഹെക്ടറോളം സ്ഥലത്ത് ക്ലസ്റ്റർ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. 3 സ്കൂളിൽ 10 സെന്റ് വീതം പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വീട്ടമ്മമാർക്ക് കർഷക സംഘങ്ങളിലൂടെയുള്ള പച്ചക്കറി വിത്ത് തൈകൾ, അതുപോലെ തന്നെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു 20 ഹെക്ടർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പരമാവധി നമ്മൾ ഒരു കേരള സർക്കാരിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി ഒരു വീട്ടിൽ ആ വീട്ടുകാർക്ക് ആവശ്യമുള്ള ഒരു മുറം പച്ചക്കറിയെങ്കിലും ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ആ ഒരു ഗവൺമെന്റ് നിർദ്ദേശം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെയും പാടശേഖര സമിതിയുടെയും ADC കാർഷിക വികസന സമിതികളുടെയും എല്ലാവരെയും ഒത്തൊരുമയോടുകൂടി തന്നെ നല്ല രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ ഈ വർഷത്തെ ജനകീയ ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ പദ്ധതിയാണ് പാടശേഖരങ്ങളിലെ ബണ്ടുകളിൽ ചെണ്ടുമല്ലി കൃഷി. ഓണത്തിന് പൂ പറിക്കാൻ പാകത്തിന് നട്ടിരിക്കുന്ന ഈ ചെടികൾക്ക് കീടനാശിനി പ്രയോഗമോ വളപ്രയോഗമോ ആവശ്യമില്ല. 1 ഏക്കർ പാടത്തിന്റെ വെമ്പത്ത് 1000 ചെണ്ടുമല്ലി ചെടികളാണ് സ്വരൂപ് നട്ടു വളർത്തുന്നത്. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് അക്ഷയശ്രീ അവാർഡ്, സ്വാമി വിവേകാനന്ദ യുവ പ്രതിഭാ പുരസ്കാരം, കേരള കർഷക സംഘം അവാർഡ്, യങ് ഫാമേഴ്സ് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഈ ബിടെക്കാരനായ യുവ കർഷകനെ തേടിയെത്തുകയുണ്ടായി. നമ്മുടെ പൂർവികർ കൈമാറിയ നല്ല മണ്ണും നല്ല വിളവുകളും ആരോഗ്യവുമൊക്കെ വരും തലമുറകൾക്കും പങ്കുവെക്കണം എന്ന ചിന്തയിൽ സ്വരൂപ് എന്ന ഈ പാലക്കാടൻ ബിടെക് യുവ കർഷകൻ കാർഷിക മികവ് കൈയാളുമ്പോൾ അത് കേരളത്തിന്റെ യുവതയ്ക്ക് കാർഷിക വിജയം നേടാനാകും എന്ന പൊതു സന്ദേശമായും അത് മാറുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ.
കാർഷിക സർവകലാശാല 23 വിളയിനങ്ങൾ വികസിപ്പിച്ചു. റബ്ബർ കൃഷിയിൽ പരിശീലനം. വെള്ളാൻകരയിൽ ഹൈടെക് കൾട്ടിവേഷനിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ്. വിശദമായ വാർത്തകളിലേക്ക്. കേരള കാർഷിക സർവകലാശാല 23 പുതിയ വിളയിനങ്ങൾ വികസിപ്പിച്ചു. വികസിപ്പിച്ചവയിൽ 5 ഇനം നെല്ലും ജാതിയുമുണ്ട്. കൂടാതെ ഏലം, ഇഞ്ചി എന്നിവയുടെ 3 ഇനങ്ങൾ വീതവും പയർ, ചെത്തിക്കൊടുവേലി, സാമ്പാർ വെള്ളരി, കുടംപുളി, കുരുമുളക്, സലാഡ് വെള്ളരി, മരച്ചീനി എന്നിവയുടെ ഓരോ ഇനങ്ങളുമാണ് വികസിപ്പിച്ചത്. സംസ്ഥാന വിളയിന സമിതിയുടെ അംഗീകാരം കിട്ടിയാലുടനെ ഇവ കർഷകർക്ക് ലഭ്യമാക്കുമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. അലങ്കാര മത്സ്യവിപണനത്തിൽ കേന്ദ്ര വിജ്ഞാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര കൃഷിമന്ത്രി രാധാ മോഹൻ സിംഗ്. വിജ്ഞാപനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രോജക്റ്റായ കേരള അക്വാകൾച്ചർ വെഞ്ചേഴ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് വഴി നിരവധി സ്ത്രീകൾക്ക് തൊഴിൽ നൽകി വരുന്നുണ്ട്. വർണ്ണ മത്സ്യങ്ങളുടെ വിപണനവും പ്രദർശനവും നിയന്ത്രിക്കുന്നതിലൂടെ ലക്ഷക്കണക്കിന് പേർ തൊഴിൽ രഹിതരാകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ അറിയിപ്പുണ്ടായത്. റബ്ബർ കൃഷിയിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. പുതിയ നടീൽ വസ്തുക്കൾ, നടീൽ രീതികൾ, കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമുള്ള പരിരക്ഷ, വിളവെടുപ്പ്, റബ്ബർ പാൽ സംസ്കരണം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പരിശീലനം ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 4 വരെ കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. പരിശീലന ഫീസ് 3750 രൂപ. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ 50% ഫീസ് ഇളവ് ലഭിക്കും. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048123513113. മറ്റൊരു ഫോൺ നമ്പർ 048123533127. കൊല്ലം കോർപ്പറേഷൻ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം തൃക്കടവൂർ സോണൽ കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നു. സമഗ്ര പുരയിട കൃഷി, തെങ്ങും ഇടവിളയും, ഗ്രോ ബാഗ് പച്ചക്കറി കൃഷി, ജലസേചനത്തിന് പമ്പ് സെറ്റ്, മഴമറ കൃഷി, തരിശു കൃഷി എന്നിവയ്ക്കാണ് ആനുകൂല്യങ്ങൾ നൽകുന്നത്. കർഷകർ കരമടച്ച രസീത്, ആധാർ, ബാങ്ക് പാസ്ബുക്ക് ഇവയുടെ കോപ്പികൾ സഹിതം ഈ മാസം 30 മുൻപായി തൃക്കടവൂർ സോണൽ ഓഫീസിലോ കൃഷിഭവനിലോ അപേക്ഷ സമർപ്പിക്കണമെന്ന് തൃക്കടവൂർ കൃഷി ഓഫീസർ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റ കൃഷിഭവനിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതി പ്രകാരമുള്ള പച്ചക്കറി വിത്ത് വിതരണത്തിന് തയ്യാറായി. ആവശ്യമുള്ള കർഷകർ കരമടച്ച രസീതുമായി കൃഷിഭവനിൽ എത്തിച്ചേരേണ്ടതാണ്. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര ഇൻസ്ട്രക്ഷൻ ഫാമിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓൺ ഹൈടെക് കൾട്ടിവേഷൻ എന്ന ട്രെയിനിംഗ് കോഴ്സിലേക്ക് യുവതിയുവാക്കളെ തിരഞ്ഞെടുക്കുന്നു. യോഗ്യത SSLC. ഹരിതഗ്രഹ നിർമ്മാണം, ഹൈടെക് രീതിയിൽ തൈകളുടെ ഉൽപാദനം, ജൈവവളങ്ങളുടെയും ജൈവ കീടനാശിനികളുടെയും ജീവാണുവളങ്ങളുടെയും ഉപയോഗവും നിർമ്മാണവും, യന്ത്രവൽകൃത കൃഷി, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, അക്വപോണിക്സ് ആൻഡ് ഹൈഡ്രോപോണിക്സ് കൃഷിരീതി തുടങ്ങി വിവിധ മേഖലകളിൽ പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളുമായി ഈ മാസം 31 രാവിലെ 10 മണിക്ക് വെള്ളാനിക്കര ഇൻസ്ട്രക്ഷൻ ഫാമിൽ ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 7025498850. കമ്പോളം നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 13,800 രൂപ, കോഴിക്കോട് 15,400, തൃശൂർ 13,700. കൊപ്ര കൊച്ചി 9,240 രൂപ, കോഴിക്കോട് 9,950, തൃശൂർ 9,200 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 47,200 രൂപ, കുരുമുളക് ഗാർബിൾഡ് 49,200. ചുക്ക് മീഡിയം 9,750, ചുക്ക് ബെസ്റ്റ് 11,750. മഞ്ഞൾ സേലം 8,000 രൂപ, മഞ്ഞൾ ഈറോഡിൽ 8,500, അടയ്ക്ക പഴയത് 20,000 രൂപ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,400 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 13,600. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,400, റബ്ബർ RSS 4 ഗ്രേഡ് 13,700 രൂപ. കമ്പോളം നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 13,800 രൂപ, കൊപ്ര 9,240, പിണ്ണാക്ക് എക്സ്പെല് 2,200 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,500. കുരുമുളക് അൺഗാർബിൾഡ് 47,200, കുരുമുളക് ഗാർബിൾഡ് 49,200. ചുക്ക് മീഡിയം 9,500, ചുക്ക് ബെസ്റ്റ് 11,500. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 18,000 രൂപ മുതൽ 19,000 രൂപ വരെ. ജാതിക്ക തുണ്ടൻ കിലോഗ്രാമിന് 150 മുതൽ 180 രൂപ വരെ. ജാതിക്ക തുണ്ടില്ലാത്തത് 270 മുതൽ 310 വരെ. ജാതിപത്രി 350 മുതൽ 550 വരെ. ഗ്രാമ്പു 700 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് ക്വിന്റലിന് 13,400 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 13,600. ഒട്ടുപാൽ 9,500, ലാറ്റക്സ് 9,000 രൂപ. കമ്പോള അവലോകനം.
കേരളത്തിലെയും കർണാടകത്തിലെയും കുരുമുളക് സ്റ്റോക്കിസ്റ്റുകൾ ഉൽപ്പന്നം വിൽപ്പനയ്ക്ക് ഇറക്കാൻ തിടുക്കം കാണിച്ചത് വിലയിൽ സമ്മർദ്ദം ഉളവാക്കി. ഇറക്കുമതി ചരക്ക് താഴ്ന്ന വിലയ്ക്ക് ഉത്തരേന്ത്യയിൽ ലഭ്യമായത് കുരുമുളക് വിലയെ ബാധിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ ആൺഗാർബിൾ കുരുമുളക് 47,200 രൂപയിലാണ് ഇടപാടുകൾ തുടങ്ങിയത്. കയറ്റുമതി മേഖലയിൽ നിന്നുള്ള അന്വേഷണങ്ങളുടെ ചുവട് പിടിച്ച് ചുക്ക് വില അല്പം മെച്ചപ്പെട്ടു. മികച്ചിനം ചുക്ക് 11,750 രൂപയായി ഉയർന്നു. വിലക്കയറ്റം ഉത്തരേന്ത്യ ഡിമാൻഡിന് അവസരമൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. പിന്നിടുന്ന സീസണിൽ ഇതിനകം 20,000 ടൺ ഏലക്കയുടെ ഇടപാടുകൾ വിവിധ ലേലകേന്ദ്രങ്ങളായി നടന്നു. ഹൈറേഞ്ചിൽ സ്റ്റോക്ക് പരിമിതമായതിനാൽ ഇപ്പോൾ എത്തുന്ന ചരക്ക് ഉയർന്ന വിലയ്ക്കും സംഭരിക്കാൻ ഇടപാടുകാർ മത്സരിച്ചു. അടുത്ത മാസം പുതിയ ഏലക്ക വിൽപ്പനയ്ക്ക് സജ്ജമാക്കും. റബ്ബർ ടാപ്പിങ്ങിന് കർഷക മേഖല ഉത്സാഹിച്ചെങ്കിലും കൊച്ചി, കോട്ടയം വിപണികളിൽ ഷീറ്റ് ക്ഷാമം നിലനിന്നു. ടയർ കമ്പനികൾ 4ാം ഗ്രേഡ് കിലോ 136 രൂപയ്ക്ക് ശേഖരിച്ചു. കൊപ്രയാട്ട് വ്യവസായികൾ മാസാരംഭ ഡിമാൻഡ് മുന്നിൽ കണ്ട് സ്റ്റോക്കുള്ള വെളിച്ചെണ്ണ വിൽപ്പനയ്ക്ക് ഒരുക്കുകയാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.7, 24.8. കൊച്ചി 31.2, 24.9. ആലപ്പുഴ 32.5, 26. പുനലൂർ 33.6, 23.8. തിരുവനന്തപുരം കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. കൂട്ടാനിൽ മസാല കൂടുതൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ആവശ്യത്തെയോ അത്രേ ഇടാവൂന്ന്. അല്ലേ, എനിക്ക് വല്ലപ്പോഴും പിടിക്കുന്നതാ. നിങ്ങളോ എപ്പോഴും പാടത്തെ കണ്ണിൽ കണ്ട കീടനാശിനി ഇടുന്നു. അതെന്തിനാ? നേരാ മോള് പറഞ്ഞത്. നോക്ക്, വയലിൽ എത്ര വേണോ അത്രയേ മരുന്നടിക്കാവൂ. ഓർത്തോളൂ, കീടനാശിനി വിഷമാണെന്ന് മറക്കണ്ട. പിന്നിൽ എഴുതിയിട്ടുള്ള കണക്കിലെ മരുന്നടിക്കാവൂ. ആദ്യം ഫെറോമോൺ ട്രാപ്പ്, ലൈറ്റ് ട്രാപ്പ്, മിത്രകീട്, ജൈവ കീടനാശിനി ഇവ ഉപയോഗിക്കുക. ആവശ്യമെങ്കിൽ മാത്രം രാസ കീടനാശിനി പ്രയോഗിക്കുക. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കയ്യുറ, മോസ്ക്, നീളൻ കൈയുള്ള ഉടുപ്പിവ ധരിച്ച് മരുന്നടിക്കുക. കാറ്റിന് ഒപ്പിച്ച് മരുന്നടിക്കുമ്പോൾ പിന്നിലായി നിൽക്കുക. മരുന്നിന്റെ ടിൻ, കളിക്കൽ യന്ത്രം ഇവ സുരക്ഷിത സ്ഥാനത്ത് സൂക്ഷിക്കുക. എന്താ ഇപ്പൊ വലത് മനസ്സിലായോ? ഓ, മനസ്സിലായി എന്റെ പൊന്നെ. ഇനി പറ്റില്ല അബദ്ധം. ഇവളെ നിന്നെ കുടിപ്പിച്ചില്ലേ വെള്ളം.